ഒരു വെജിറ്റബിൾ പുലാവാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിന് ഞാനിവിടെ 240 ml കപ്പിന് 2 കപ്പ് പച്ചരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഊറ്റിയെടുത്തതാണിത്. ഇതൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കണം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. അത് ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഒരു 10 ബീൻസ്, അല്പം പനീർ ഫ്രൈ ചെയ്തത്, 1 കപ്പ് ഗ്രീൻ പീസ്, 1 കപ്പ് കോളിഫ്ലവർ, 1 ക്യാപ്സിക്കം, 1 ക്യാരറ്റ്, 1 സവോള, അല്പം കശുവണ്ടി, അല്പം കിസ്മിസ്, നെയ്യ്, ഉപ്പ്, ഒരു ചെറിയ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തതാണ്. കൂടാതെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു 10-12 കുരുമുളക്. ഇനി ഈ വെജിറ്റബിൾ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചോറ് വേവിച്ച് ഊറ്റിയെടുക്കാം. ചോറ് വേവിക്കുന്നതിന് ആവശ്യമായ വെള്ളം വെച്ച് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പും എണ്ണയും ഒഴിച്ചു കൊടുത്താൽ ചോറ് വെന്ത് കുഴഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ഞാനത് അരി ഇടുന്നതിന് മുന്നേ തന്നെ അത് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് അല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് അരിയിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കോരി എടുക്കാം. ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയാണ്. എണ്ണ ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ചോറ് ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഊറ്റി മാറ്റാം. ഇനി നമുക്ക് പുലാവ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടാം. ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി, ഒരു 4 പച്ചമുളക്. ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ അല്പം കുറച്ച് വെച്ചിട്ട് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. സവോള, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ. ഈ കോളിഫ്ലവറും ഗ്രീൻ പീസ് ഞാനത് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഗ്രീൻ പീസ് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റും ഈ ബീൻസും ഒക്കെ ഒന്ന് ചെറുതായൊന്ന് വാടി വരണം. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറ് ഞാൻ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് അതനുസരിച്ച് മാത്രം ഇതിനകത്തിടുക. കുറച്ച് ഉപ്പിടുന്നുള്ളൂ. പിന്നെ ചോറ് മിക്സ് ചെയ്യുമ്പോൾ ബാക്കി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി വാടി വരട്ടെ. വെജിറ്റബിൾസ് എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെജിറ്റബിൾസും ഈ ചോറും കൂടെ നന്നായിട്ട് മിക്സ് ആകണം. ഉപ്പ് നോക്കണം. ഈ സമയത്ത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഞാനിവിടെ പനീർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്താണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. ഇനി എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് അല്പം പുതിന ഇല ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. കണ്ടല്ലോ ഇത് എത്ര പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.